മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിനുള്ള പ്രാർത്ഥനാ ലൈനിലേക്ക് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ നമ്മളിതാ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. മാതാവിന് എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ! വചനം പൂത്ത കേദാരമല്ലേ പരിശുദ്ധ കന്യാമറിയം. നമ്മളും വചനത്തിന് വേണ്ടി കാതോർക്കുമ്പോൾ ആ അമ്മയുടെ സന്തോഷം എന്തുമാത്രമായിരിക്കും. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നമുക്കറിയാം, വീട് വെഞ്ചിരിപ്പ്, വിവാഹം, അത് നാടും വീടും സന്തോഷിക്കുന്ന പുണ്യമായ ദിനമാണ്. മധുരമായ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും പൂത്തുവിരിയുന്നൊരു കാലമാണ്, സമയമാണ്. ബന്ധുക്കളും മിത്രങ്ങളും അയൽവാസികളും ഇടവക്കാരും ഉറ്റവരും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അപ്രകാരം സന്തോഷമുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വചനത്തിൽ ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ശ്രദ്ധിക്കണേ, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് കാനായിലെ കല്യാണ വീട്ടിൽ മാതാവ് നടന്നു നീങ്ങിയ 3-ാമത്തെ വീടാണത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, കണക്കുകൂട്ടലിൽ തെറ്റിയ ഒരു വീടാണ് കാനായിലെ കല്യാണ വീട്. ക്രമങ്ങൾ തെറ്റിയ ഒരു വീടാണ് കാനായിലെ കല്യാണ വീട്. കണക്കുകൂട്ടലുകളും കണക്കുകളും തെറ്റിപ്പോയ ഒരു വീടാണ് കാനായിലെ വീട്. നാണക്കേടിൻ്റെ നടുമുറ്റത്ത് ആ കുടുംബനാഥൻ വിഷമിച്ച ഒരു വീടാണ് കാനായിലെ കല്യാണ വീട്. ചിലപ്പോഴൊക്കെ നമുക്കും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാറില്ലേ? കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടു, തെറ്റിപ്പോയോ? വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? ഒരു സ്ഥലം വാങ്ങിച്ച ദിവസം മുതൽ മനസ്സിൽ ഭാരങ്ങളായ കുടുംബങ്ങളില്ലേ? പുതിയ ബിസിനസ് തുടങ്ങി വേണ്ടായിരുന്നു തോന്നാറുണ്ടോ? വിവാഹം നടത്തി ഡൈവോഴ്സിന്റെ അറ്റം വരെ എത്തിയോ? ചികിത്സയ്ക്ക് പോയി ഈ ഡോക്ടറെ കണ്ടത് തെറ്റായി പോയെന്ന് തോന്നാറുണ്ടോ? കണക്കുകൂട്ടികൾ തെറ്റിയ വീടാണ് കാനായിലെ കല്യാണ വീട്. ആ കണക്ക് തെറ്റിയ വീട്ടിലേക്കാണ് മാതാവ് കടന്നു വരുന്നത്. അവർക്ക് വീഞ്ഞില്ല, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. നാണക്കേടിൻ്റെ നടുമുറ്റത്ത് നിന്ന് അഭിമാനത്തിൻ്റെ ശ്രേണികളിലേക്ക് അവർ ഉയരുകയാണ്. നമ്മുടെ വീട്ടിലേക്കും മാതാവ് വരട്ടെ. നമ്മുടെ കണക്ക് കൂട്ടുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാതാവ് അത് ക്രമപ്പെടുത്തി തരട്ടെ. നമ്മുടെ വീടും വീണ്ടും സന്തോഷവും സമാധാനവും ആനന്ദം കൊണ്ട് നിറയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.